നമസ്കാരം. ഇന്ന് 2026 മാർച്ച് 22 ഞായറാഴ്ച. ടോപ്പ് 10 അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തിന് തടസ്സമാകുന്ന ഇറാന്റെ ഭീഷണികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് ബഹ്റിൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിയും. ആഗോള വ്യാപാരത്തിന് സുപ്രധാനമായ ഈ ജലപാതയിലെ ഏതൊരു ഇടപെടലും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഇരു നേതാക്കളും മനാമയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി. രാജ്യത്തിന് നേരെ ഇറാൻ നടത്തിയ 145 മിസൈൽ ആക്രമണങ്ങളെയും 246 ഡ്രോൺ ആക്രമണങ്ങളെയും വിജയകരമായി പ്രതിരോധിച്ച് ബഹ്റിൻ ഡിഫൻസ് ഫോഴ്സ്. ആകെ 401 വിക്ഷേപണങ്ങൾ പ്രതിരോധ സംവിധാനം വഴി തകർത്തതായി സൈന്യം അറിയിച്ചു. സിവിലിയൻ മേഖലകളെ ലക്ഷ്യമിട്ടിട്ടുള്ള ഈ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും സൈന്യം വ്യക്തമാക്കി. ഖത്തർ സമുദ്രാതിർത്തിയിൽ തകർന്നു വീണ ഹെലികോപ്റ്ററിലുണ്ടായിരുന്നവർക്കായുള്ള തെരച്ചിലിൽ 6 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 7 പേരിൽ 6 പേരുടെ മരണമാണ് ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ചത്. സൗദിയുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റവും സിവിലിയൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിട്ടുള്ള ആക്രമണങ്ങളും തുടരുന്ന പശ്ചാത്തലത്തിൽ 5 ഇറാൻ നയതന്ത്രജ്ഞരോട് 24 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാൻ സൗദി വിദേശകാര്യ മന്ത്രാലയം ഉത്തരവിട്ടു. ഡിഫൻസ് അറ്റാഷെ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ അനഭിലഷണീയ വ്യക്തികളായി പ്രഖ്യാപിച്ചാണ് സൗദി പുറത്താക്കിയത്. തെക്കൻ ഇസ്രായേലിലെ അരാദ്, ഡിമോണ നഗരങ്ങളിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങളിൽ 135 പേർക്ക് പരിക്കേറ്റു. ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ സൈന്യം ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ ഇന്ന് ശക്തമായ വ്യോമാക്രമണം നടത്തി. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം നാളെ വൈകുന്നേരം 3 മണിക്ക് അവസാനിക്കും. മറ്റന്നാളാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കുന്നത്. സംസ്ഥാനം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 18 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. സ്ഥാനാർത്ഥികൾ ഇതിനകം മത്സരരംഗത്ത് സജീവമായി കഴിഞ്ഞു. CBSE സ്കൂളുകളിൽ സമഗ്ര ആർത്തവ ശുചിത്വ മാനേജ്മെന്റ് നടപ്പാക്കാൻ ഉത്തരവ്. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥിനികൾക്കായി സുരക്ഷിത ശുചിമുറികൾ, സാനിറ്ററി നാപ്കിനുകൾ, ശാസ്ത്രീയമായ സംസ്കരണ സംവിധാനങ്ങൾ, പ്രത്യേക MHM കോർണറുകൾ എന്നിവ നിർബന്ധമാക്കിയിട്ടുണ്ട്. രൺബീർ സിംഗ് നായകനായ ദുരന്തർ 2 ബോക്സ് ഓഫീസിൽ റെക്കോർഡ് നേട്ടങ്ങളുമായി മുന്നേറുന്നു. റിലീസ് ചെയ്ത് 3 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ നിന്ന് മാത്രം 339.27 കോടി രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. സഞ്ജയ് ദത്ത്, R മാധവൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ആക്ഷൻ ചിത്രം പുഷ്പ 2ന്റെ റെക്കോർഡുകൾ മറികടക്കുമെന്നാണ് സൂചന. ഒമാനിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ 2 മലയാളികൾ മരിച്ചു. പാലക്കാട് തൃത്താല സ്വദേശികളായ ഷംല, ലുബിഷാദ്, യൂസഫ് എന്നിവരാണ് മരിച്ചത്. ഒരാളെ കാണാതായിട്ടുണ്ട്. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് അപകടമുണ്ടായത്. ബഹ്റിലെ ജനുസാനിലെ ഒരു വീട്ടിലുണ്ടായ തീപിടുത്തത്തിൽ കുടുങ്ങിയ 10-16 വയസ്സുള്ള 2 കുട്ടികളെ സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ സാഹസികമായി രക്ഷപ്പെടുത്തി. സംഭവം നടന്ന ഉടനെ തന്നെ സ്ഥലത്തെത്തിയ രക്ഷാസേന തീ നിയന്ത്രണ വിധേയമാക്കുകയും കുട്ടികളെ സുരക്ഷിതമായി പുറത്തെത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു.